വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ വീഡിയോ മലയാളികൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും എനിക്കറിയാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു കയറ്റുമതി വ്യാപാരത്തിന് ആവശ്യമായ എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആണ്, ഇതിനെക്കുറിച്ച് പല കമന്റുകളും വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. പലരും ഫോണിലൂടെയും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, കയറ്റുമതി വ്യാപാരം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻസ് എന്തൊക്കെയാണ്, അത്തരം ബോഡികൾ എങ്ങനെയാണ് നമ്മുടെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ ഇടപെടുന്നത്, എന്തൊക്കെയാണ് അവരുടെ കൺട്രോളുകൾ, പോളിസികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. കയറ്റുമതി വ്യാപാരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ഒരു ബോഡി, ഗവൺമെന്റ് ബോഡി എന്ന് പറയുന്നത് DGFT ആണ്. DGFT എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, അദ്ദേഹത്തിന്റെ ഓഫീസാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ ഓഫീസാണ്. ഈ DGFT എന്ന് പറയുന്ന സിസ്റ്റം പ്രത്യേക ഒരു സിസ്റ്റമായിട്ട് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ രൂപീകരിച്ചത് 1991 അത് ഡൽഹിയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എറണാകുളത്തടക്കം, കൊച്ചി അടക്കം പല ഭാഗങ്ങളിലും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടെ പ്രസൻസ് ഉണ്ട്. ഇപ്പോ മിക്കവാറും അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ഡയറക്റ്റായിട്ട് ഓഫീസിൽ നിന്നല്ല, പക്ഷേ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഓരോ റീജിയനിലുള്ളതാണെങ്കിൽ പോലും എല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞു, എല്ലാ പോർട്ടലിലായി കഴിഞ്ഞു. അവരുടെ പോർട്ടലിൽ നിന്ന്, DGFTയുടെ പോർട്ടലിനെ കുറിച്ച് മുമ്പുള്ള എപ്പിസോഡുകളിൽ, മുമ്പുള്ള പാർട്ടുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ DGFT എന്ന് പറയുമ്പോൾ, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് സാധാരണ നമുക്കൊരു സംശയം ഉണ്ടാകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ? അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ, ഭാരതത്തിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, എക്സ്പോർട്ടിന് കയറ്റുമതിക്കും ഇറക്കുമതിക്കും വേണ്ടിയിട്ടുള്ള നയരൂപീകരണം ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ജോലി. നയരൂപീകരണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ജോലി. അതിൽ നയരൂപീകരണം ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഇൻസെന്റീവുകൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മുടെ എക്സ്പോർട്ട് പോളിസി, ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഏതൊക്കെ ചെയ്യാൻ പാടില്ല, അത് ലോക്കൽ മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളിൽ അവർ തീരുമാനങ്ങൾ എടുക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ ജോലി എന്ന് പറയുന്നത് ലൈസൻസിങ് ആണ്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുക്കുക. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ കമ്പനിയോ പോലെ ഉള്ള സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ ലൈസൻസ് കിട്ടുന്നു എന്നുള്ള തരത്തിൽ മനസ്സിലാക്കാൻ പാടില്ല. ആ സ്ഥാപനത്തിന്റെ പേരിലാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും ആ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആളെന്നുള്ള നിലയിൽ ആ വ്യക്തിയുടെ പേരിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് പോലെയാണ് എക്സ്പോർട്ട് ലൈസൻസിന്റെ ഒരു പരിധി വരെ എന്ന് പറയാം. ഡ്രൈവിംഗ് ലൈസൻസ് പ്രവർത്തിക്കുന്ന പോലെയാണ് എക്സ്പോർട്ട് ലൈസൻസ് പ്രവർത്തിക്കുന്നത്. അതിന് IE കോഡ് എന്നാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എന്നാണ് പറയുക. അത് ഇപ്പോ നമ്മുടെ പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറൊക്കെയാണ് തരുന്നത്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഓരോ DGFTയിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ DGFTയിൽ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ലൈസൻസിങ് അതിന്റെ DGFTയുടെ ഒരു പ്രധാന കർമ്മമാണ്. മൂന്നാമതായിട്ട് അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസെന്റീവുകൾ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചാനലില് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ മണി എന്ന് പറഞ്ഞിട്ട്. ഫ്രീ മണി എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻസെന്റീവുകളാണ്. എങ്ങനെയാണ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്, എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ബോണസുകളായും മറ്റും കയറ്റുമതിക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. ആ ഇൻസെന്റീവുകൾ ഓരോ പ്രോഡക്റ്റിനും, അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ന പ്രോഡക്റ്റിന് ഈ വർഷം കുറച്ച് കയറ്റുമതി കുറവാണെങ്കിൽ കൂടുതൽ കയറ്റുമതിക്കാരെ അതിലേക്ക് ആകർഷിക്കാനായി ആ പ്രോഡക്റ്റിന്, ആ ഉൽപ്പന്നത്തിന് കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ 5%, 10% പോലെയുള്ള ഇപ്പോ ഇൻസെന്റീവുകൾ, ഡ്യൂട്ടി ഡ്രോബാക്കുകൾ കുറവാണ്. അത് എക്സൈസ് ഡ്യൂട്ടി ഡ്രോബാക്ക് ആണ്. ഇത്തരം ഇൻസെന്റീവുകൾ കുറവാണ് എങ്കിൽ പോലും ഇൻസെന്റീവുകൾ എത്രയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ DGFT ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. ഇതുകൂടാതെ ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കർമ്മമാണ് ഈ ട്രേഡ്
റിലേറ്റഡ് ഒരു ട്രാവൽസും ബാക്കിയുള്ള ഇന്റർനാഷണൽ കണക്ഷൻസും അവിടെയുള്ള ഫെയറുകളിലേക്കുള്ള ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന DGFT ആണ്. ഡെലിഗേഷൻ, ട്രേഡ് ഡെലിഗേഷൻ, പല രാജ്യങ്ങളിൽ ഇപ്പൊ പ്രധാനമന്ത്രി ഇപ്പോ അമേരിക്കയിൽ പോകുമ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റുമായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട എന്തോ ആയിരിക്കും, അവിടെ പോയിട്ട് അവിടെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അവരുടെ എക്സ്പോർട്ട് പോളിസിയിൽ അവർ ഏതൊക്കെ പ്രോഡക്റ്റിന് നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ പറ്റും, ട്രേഡ് ബാരിയേഴ്സ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിനും DGFT വളരെ വലിയ പങ്ക് വഹിക്കുന്നു. പ്രധാനമായിട്ടുള്ള 4ാമത്തെ കർമ്മമാണ് DGFTയുടെ ജോലിയാണ്. 5ാമതായി ട്രേഡ് പ്രോബ്ലംസ്, ട്രേഡ് റിലേറ്റഡ് കോൺഫ്ലിക്ട്സ്, നമുക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി മീഡിയേറ്റ് ചെയ്യാനും DGFT ഇടപെടുന്നുണ്ട്. ഇപ്പോ DGFTയുടെ കീഴിൽ ഐസ് ഗേറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും നമ്മുടെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രജിസ്ട്രേഷൻസും കൺട്രോൾ ചെയ്യുന്നത് DGFT ആണ്. DGFT ഒരു പ്രധാന ഒരു ബോഡിയാണ് ഇന്ത്യയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യാനുള്ള. DGFTയിലാണ് നമ്മൾ എക്സ്പോർട്ട് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കയറ്റുമതിയിൽ ഇടപെടുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു വകുപ്പാണ് CBSE, ഡയറക്റ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്റെയും എക്സൈസിന്റെയും മറ്റു ചുമതലയും സർവീസ് ടാക്സിന്റെ ചുമതലയും ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ GST എന്ന് പറയുമ്പോൾ GST പോലെയല്ല, സർവീസ് ടാക്സിന്റെ ഒക്കെ കൺട്രോളും ചുമതലയും ഒക്കെ ഈ ബോഡിയാണ് ചെയ്യുന്നത്. ഇവരും തീർച്ചയായിട്ടും നമ്മളോട് നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ ഇവർക്കില്ല, നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവര് തീർച്ചയായിട്ടും നമ്മുടെ കയറ്റുമതി വ്യാപാരത്തിൽ ഇടപെടുന്ന ഒരു ബോഡിയാണ്. CBSEയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്കറിയാം, ഓരോ എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും നമുക്ക് കസ്റ്റംസ് ഓഫീസുകളുണ്ട്. ഈ കസ്റ്റംസ് ഓഫീസുകളുടെ മെയിൻ്റനൻസ്, കസ്റ്റംസ് ഓഫീസുകൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്ന അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടുള്ള അവരുടെ ജോലികളിൽ ഒന്നാണ്. CBSE ആണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. കസ്റ്റംസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, അവരുടേതായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് CBSE ആണ്. അതുകൂടാതെ നികുതി പിരിവിന്റെ കാര്യത്തിൽ കസ്റ്റംസ് തീരുവ, കസ്റ്റംസ് ഡ്യൂട്ടി പിരിച്ചെടുക്കുക, എക്സൈസ് ഡ്യൂട്ടി പിരിച്ചെടുക്കുക, സേവന നികുതി, സർവീസ് ടാക്സ് പിരിച്ചെടുക്കുക, ഇത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്. ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്, അവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഈ ബോഡിയുടെ, ഈ CBSEയുടെ മറ്റൊരു കർമ്മമാണ് റെഗുലേഷൻ എൻഫോഴ്സ്മെന്റ്. റെഗുലേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആന്റി ഡംപിങ് ഡ്യൂട്ടികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി തീരുവകൾ തീരുമാനിക്കുക, ഇത്തരം കാര്യങ്ങളിലുള്ള പ്രധാനമായിട്ടുള്ള ചുമതല വഹിക്കുന്നത് ഈ ബോഡിയാണ്. അത് ഇവരുടെ പ്രധാന ജോലികളിൽ ഒന്നാണ്. പിന്നെ അവർ ചെയ്യുന്നത് ട്രേഡ് ഫെലിസിറ്റേഷൻ, ട്രേഡിൽ എങ്ങനെയാണ് ഉള്ള സുതാര്യത വർദ്ധിപ്പിക്കുക, എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ സിസ്റ്റം ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടി CBSE പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ CBSEയുടെ ഒരു പ്രധാന കർമ്മമാണ് കംപ്ലയൻസ് മോണിറ്ററിംഗ്. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ആനുവൽ കംപ്ലയൻസസുകൾ മാത്രമല്ല, റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റിനോടുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണത്. അതുകൂടാതെ കസ്റ്റംസ് നിയമങ്ങൾ നമ്മുടെ കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഒക്കെ പാലിക്കുന്നുണ്ടോ, അവര് അതിനനുസരിച്ചാണോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ ബോഡി വളരെ ഒരു പ്രധാനമായിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം, കംപ്ലയൻസ് മോണിറ്ററിംഗ് നടത്തുന്നു എന്ന് കൂടി പറയേണ്ടി വരും. കയറ്റുമതി വ്യാപാരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് കയറ്റുമതിയിൽ ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ നിയന്ത്രണങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് നിയമം അനുസരിച്ചുള്ള നടപടികൾ, ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നതിനും പോകുന്നതിനുമുള്ള കൺട്രോൾ, ഇത്തരം കാര്യങ്ങളിൽ. കാരണം നമുക്കറിയാം, നമ്മൾ വിദേശ വ്യാപാരം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് പേയ്മെന്റുകൾ കളക്ട് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ചിലാണ്, US ഡോളറിലോ മറ്റുമാണ്. ഇന്റർനാഷണലി കൺവേർട്ടബിൾ ആയിട്ടുള്ള കറൻസിയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ഇതിന്റെ അകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഇടപെടൽ ഈ റിസർവ് ബാങ്ക് നടത്തുന്നു. റിസർവ് ബാങ്ക് നേരത്തെ വളരെ കാലം മുമ്പ് 90കളിലും മറ്റുമൊക്കെ നമുക്ക് റിസർവ് ബാങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നമുക്കൊരു
RBI കോഡ് തരുമായിരുന്നു. നമുക്കൊരു എക്സ്പോർട്ടർ എന്നുള്ള നിലയിൽ, കയറ്റുമതിക്കാരൻ എന്നുള്ള നിലയിൽ ഒരു RBI കോഡ് ഉണ്ടായിരുന്നു, ആ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. കാരണം എല്ലാം ഇപ്പം ഓൺലൈൻ ആയി കഴിഞ്ഞു, എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, RBI കോഡ് ഇല്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ കയറ്റുമതിക്കാരന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റിസർവ് ബാങ്കിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ജോലികളെ കുറിച്ച് പറയുമ്പോൾ, അവര് കയറ്റുമതിയിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് എങ്ങനെയാണ് നടത്തുക? ഫോറിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലോക വിപണിയിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എങ്ങനെയാണെന്ന് തീരുമാനിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, ചർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നടത്തിക്കൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് സ്ട്രെങ്ത് നിലനിർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. റിസർവ് ബാങ്കിന്റെ മറ്റൊരു ജോലിയാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എന്താണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് പോളിസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി, കയറ്റുമതിക്കാർക്ക് വേണ്ടി തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എക്സ്പോർട്ട് ക്രെഡിറ്റ് പലതരത്തിലുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെയുള്ള പ്രീ ഷിപ്മെന്റ്, പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഡർ ഉണ്ട്, കൺഫേംഡ് ഓർഡർ ആണ്, അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് പലിശയിൽ നമുക്ക് പണം തരാം, എത്ര പണം തരാം, എത്ര പെർസെന്റേജ് ഓഫ് ദി വാല്യൂ ഓഫ് ദി ഗുഡ്സ് നമുക്ക് കൊടുക്കാം, ഇങ്ങനെയുള്ള പോളിസികളെല്ലാം തീരുമാനിക്കുന്നത് അതിന് പ്രീ ഷിപ്മെന്റ് എന്ന് പറയുമ്പോൾ ഷിപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. അതിന് പാക്കിംഗ് ക്രെഡിറ്റ് എന്നാണ് പറയുക. ഇതുപോലെ തന്നെ പോസ്റ്റ് ഷിപ്മെന്റ്, നമ്മളിപ്പോ ഷിപ്മെന്റ് ചെയ്ത ശേഷം, എക്സ്പോർട്ട് ചെയ്ത ശേഷം പണം എപ്പോഴാണ് കിട്ടുന്നതെന്നുള്ള വ്യവസ്ഥകൾ നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പോസ്റ്റ് ഷിപ്മെന്റ് നമ്മൾ ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഫിനാൻസ് തരിക, അതിൽ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് എക്സ്പോർട്ടറിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എക്സ്പോർട്ടറിന് സഹായിച്ചാൽ മാത്രമേ എക്സ്പോർട്ടറിന് കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ, കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ തരത്തിലുള്ള പോളിസി. ഈ തരത്തിലുള്ള ട്രേഡ് ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് തന്നെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ട്രേഡ് ഫിനാൻസിങ്. ഈ ട്രേഡ് ഫിനാൻസിങ്ങിനെ കുറിച്ച് നമുക്ക് വലിയ ഒരു ക്ലാസ് എടുക്കേണ്ടതാണ്, ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും ട്രേഡ് ഫിനാൻസ് എന്താണെന്നതിനെ കുറിച്ച്. പക്ഷെ ട്രേഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി പോലെയുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്തൊക്കെ പോളിസികൾ ബാങ്കുകൾ ചെയ്യാം, എങ്ങനെയൊക്കെ അതിൽ ബാങ്കുകൾ ഇടപെടാം, ഏത് തരത്തിലുള്ള റിസ്ക് ബാങ്കിന് എടുക്കാം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത്തരത്തിൽ പറഞ്ഞാൽ ട്രേഡ് ഫിനാൻസിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത്, ഈവൻ ബാങ്ക്സ് ആണ് പൈസ കൊടുക്കുന്നതെങ്കിലും പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇതിനെല്ലാം ഉപരിയായി റിസർവ് ബാങ്ക് ചെയ്യുന്ന മറ്റൊരു പ്രധാന കർമ്മമാണ് പേയ്മെന്റുകൾ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പേയ്മെന്റുകൾ, ഇങ്ങോട്ട് കിട്ടാനുള്ള പേയ്മെന്റ് ആണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്ന പേയ്മെന്റിനെ നമ്മൾ വരുന്ന US$ ആണെങ്കിൽ, അല്ലെങ്കിൽ UAE ദിർഹം ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് മാറ്റി നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തിക്കുകയും അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ, എക്സ്ചേഞ്ച് സംവിധാനങ്ങളിലെല്ലാം തന്നെ, പേയ്മെന്റുകളിലെല്ലാം തന്നെ നമുക്ക് പേയ്മെന്റുകൾ വാങ്ങിച്ചെടുക്കാനും അത് നമ്മുടെ രാജ്യത്തിൽ നിലവിലുള്ള രൂപയ്ക്ക് സമാനമായിട്ടുള്ള നമ്മുടെ രൂപയായിട്ട് നമ്മുടെ അക്കൗണ്ടുകളിൽ പ്രതിഫലിപ്പിക്കാനും ഉള്ള കാര്യങ്ങൾ ബാങ്കിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും അതിനുള്ള വിനിമയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും എല്ലാം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുമാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ട്രേഡ് ഫിനാൻസിൽ ഇടപെടുന്നത്. ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കിന്റെ കൺട്രോളിലാണ്. ഇത്തരത്തിൽ ഇടപെടലുകൾ നമുക്ക് RBIയിൽ നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇതിനെല്ലാം മുകളിലായി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ തന്നെ റിസർവ് ബാങ്ക് നമ്മുടെ വ്യാപാരത്തിൽ ഇടപെടുന്നത് ഒരു തരത്തിൽ അവരുടെ മോണിറ്ററി പോളിസി മേക്കിങ്ങിലൂടെയാണ്. ധനമന്ത്രാലയവും റിസർവ് ബാങ്കുമാണ് മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത്. ഈ മോണിറ്ററി പോളിസിയിൽ നമ്മുടെ വിനിമയ നിരക്ക്, നമ്മുടെ പലിശ നിരക്ക്, അത്തരത്തിലുള്ള റെപ്പോ, റിവേഴ്സ് റിപ്പോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പലിശ നിരക്ക് കുറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പലിശ കുറഞ്ഞിട്ടുള്ള ഫിനാൻസ് കിട്ടുകയാണെങ്കിൽ
നമ്മുടെ കോസ്റ്റ് ഓഫ് ഫിനാൻസ് വളരെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോഫിറ്റബിലിറ്റി മാർജിൻസ് കൂടാനുള്ള സാധ്യത ഉള്ളത് സ്വാഭാവികമല്ലേ. അങ്ങനെ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ നമ്മുടെ കയറ്റുമതി വ്യാപാരത്തിൽ ഒരു പ്രധാന പാർട്ട് വഹിക്കുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ കൺട്രോളിലാണ് കയറ്റുമതിക്കാരൻ എന്ന് ഒരു തരത്തിൽ പറയാം. കാരണം ഈ പോളിസികളിലെല്ലാം മാറ്റം വന്നു കഴിഞ്ഞാൽ, ഈ പോളിസികൾ നല്ല നിലയിൽ നടപ്പാക്കാൻ കഴിയാതിരുന്നാൽ നമുക്കൊന്നും പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ECGCയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഷുറൻസ് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്ന ആള്, നമ്മുടെ ഇന്ന് സാധനം വാങ്ങുന്ന ആളിന്റെ പാപ്പരത്വം, അയാൾ ചിലപ്പോൾ കമ്പനി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളോ ഉണ്ടായി, രാഷ്ട്രീയമായിട്ട് യുദ്ധമോ മറ്റു കാര്യങ്ങളോ പൊട്ടിപ്പുറപ്പെട്ടു, പല സാഹചര്യങ്ങൾ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടാനുള്ള കാശ് കിട്ടാതിരിക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഗുഡ്സിന്റെ ഇൻഷുറൻസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഗുഡ്സിന്റെ ഇൻഷുറൻസിനെ കുറിച്ച് തന്നെ അല്ല സംസാരിക്കുന്നത്. ഗുഡ്സിന്റെ ഇൻഷുറൻസ് വേറെ, ഇത് ക്രെഡിറ്റ്, നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റിന് ഇൻഷുറൻസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ക്രെഡിറ്റ്, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ഇൻഷുറൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാല്, അവർക്ക് നമ്മുടെ ബയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. അവർ എംബസി വഴിയോ അവരുടെ ഏജൻസി വഴിയോ അവിടെ അന്വേഷിക്കും. ക്രെഡിറ്റ് എലിജിബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറയും. അപ്പൊ പോളിസി പൈസ ഇപ്പൊ എത്രയാണ്, ഇത്ര % ആണ്, 0.5%, 1%, എക്സാക്ട് ആയിട്ട് പല രീതിയിലുണ്ട്. അതിന് 2 രീതിയിലുള്ള പോളിസി ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ബയ്യറുമായിട്ട് നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സ്പോർട്ടിനും വേണ്ടി 1 വർഷത്തേക്കുള്ള പോളിസി, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള പോളിസി, ഇത്ര രൂപയ്ക്ക്, ഇപ്പൊ 1 കോടി രൂപയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള ക്രെഡിറ്റ്, ഇത്രയുള്ള ക്രെഡിറ്റ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള പോളിസി. അങ്ങനെയുള്ള രീതിയിലാണ് അത് വർക്ക് ചെയ്യുക. അവരുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടി അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സ്പെഷ്യലായിട്ട് ഓഫീസർ ഉണ്ടാവും. അയാൾ നമ്മുടെ കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ ചെയ്തു തരും. അപ്പൊ ECGCയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഷുറൻസ് ആണ്. ക്രെഡിറ്റ് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടാതെ പല കർമ്മങ്ങളും ക്രെഡിറ്റ് കോർപ്പറേഷന്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടിങ് കോർപ്പറേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ECGC ചെയ്യുന്ന വേറൊരു പ്രധാന ജോലിയാണ്, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് റിസ്ക്. അതിന്റെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ ECGC വളരെ വലിയ ഒരു സ്ഥാനം വഹിക്കുന്നു. അതുപോലെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ, അതിനോടൊപ്പം തന്നെ ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നു, നമ്മുടെ റിസ്ക് കുറയ്ക്കുന്നു, നമുക്ക് സ്വതന്ത്രമായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യാനും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, ഇവര് തരുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ. നമ്മളിപ്പോ സിബിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഒരാളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആണ് സിബിൽ. എങ്ങനെയാണ് ഇയാൾ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന ആളാണോ എന്ന് പരീക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയാണ് സിബിൽ റേറ്റിംഗ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബയർ, ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ, ഇത്ര വർഷമായിട്ട് ഇയാളുടെ ഏതെങ്കിലും ഒരു പേയ്മെന്റുകൾ ഇല്ലാതെ പോയിട്ടുണ്ടോ, പേയ്മെന്റുകൾ കൊടുക്കാത്ത അവസ്ഥയുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള റിപ്പോർട്ട് നമുക്കൊരു വേറൊരു രാജ്യത്ത് പോയി നേടിയെടുക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ ECGC സംവിധാനം വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് അവരിൽ നിന്നും ആ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടാതെ ECGC നമുക്ക് കയറ്റുമതിക്കാർക്ക് വലിയൊരു പ്രോത്സാഹനം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് കൂടി പറയേണ്ടി വരും. നമുക്ക് പ്രോത്സാഹനം നൽകുക, നമ്മളെ കൂടുതൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നത് കൂടാതെ പരിശീലന പരിശീലനങ്ങളും മറ്റും ഇവർ നടത്തും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, എത്തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രെഡിറ്റുമായി സംബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങളിൽ നിരന്തരമായി കയറ്റുമതിക്കാർക്ക് ഇവർ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് ECGC. അങ്ങനെ ECGC വലിയൊരു തരത്തിൽ കയറ്റുമതി വ്യാപാരത്തിൽ അടങ്ങിയിട്ടുള്ള റിസ്ക് ഫാക്ടർ, കാരണം നമ്മൾ കരകാണാ കടലിന് അപ്പുറത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളുമായിട്ടാണ് കച്ചവടം നടത്തുന്നത്, നമ്മുടെ പണം അവിടെ പോയി ചേരുകയാണ് എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഹെവി റിസ്കിലാണ്. ഈ റിസ്ക് മാനേജ്മെന്റിന് സഹായിക്കുന്ന ഒരു ബോഡിയാണ് ECGC എന്ന് പറയേണ്ടി വരും. FIEO ഒരു ഗവൺമെന്റ് ബോഡിയാണ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ഓർഗനൈസേഷൻസ്. FIEOയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ 1965 രൂപീകരിച്ച ഒരു ബോഡിയാണ് FIEO. FIEOയുടെ പ്രവർത്തനങ്ങൾ ഒരു കണക്കിന് പറഞ്ഞാല് നമ്മുടെ ഒരു ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു ഗവൺമെന്റ് വെർഷൻ എന്ന് പറയാം. ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വെർഷൻ ആണെങ്കിൽ അതിന്റെ ഒരു ഗവൺമെന്റ് വെർഷൻ ആണ് FIEO എന്ന് പറയാം. എങ്ങനെയാണ് FIEOയുടെ ഇടപെടലുകൾ
നമ്മുടെ എക്സ്പോർട്ടിനെ സഹായിക്കുന്നത്, നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിലെ ഇടപെടലുകളെ, ഇന്ത്യൻ എക്സ്പോർട്ടർമാരുടെ വളർച്ചയെ സഹായിക്കുന്നതെന്നും കൂടി നോക്കേണ്ടതാണ്. FIEO പ്രധാനമായിട്ട് ഇടപെടുന്നത് ട്രേഡ് പ്രൊമോഷനുകളിലൂടെയാണ്. ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വ്യാപാര മേളകൾ സംഘടിപ്പിക്കുക, വ്യാപാര മേളകളിൽ പങ്കെടുക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളിലും വ്യാപാര മേളകളിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറ്റുമതിക്കാരെ സഹായിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ട്രേഡ് പ്രൊമോഷൻ, പ്രധാനമായിട്ട് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഇന്ത്യൻ എക്സ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പ്രമുഖമായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ, ഇപ്പോ അരി ആയാലും അല്ലെങ്കിൽ ഇന്ത്യൻ ബഫല്ലോ മീറ്റ് ആയാലും അത്തരം പ്രോഡക്റ്റുകളെ, പ്രധാനമായിട്ടുള്ള പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് FIEO. ഇതുകൂടാതെ FIEO ചെയ്യുന്ന ഒരു കാര്യം നയപരമായിട്ടുള്ള ഇടപെടലുകളാണ്, പോളിസി മാറ്റേഴ്സിലുള്ള ഇടപെടലുകളാണ്. കയറ്റുമതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ബോഡീസുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ചെലവുകളിലുള്ള കുറവ് വരുത്താനായി സഹായിക്കുക, ഇത്തരം ഒരു മീഡിയേഷൻ ആക്ടിവിറ്റി ഗവൺമെന്റുമായിട്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. നമുക്ക് വേണ്ടി, കയറ്റുമതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റുമായി പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് FIEO എന്ന് പറയേണ്ടി വരും. FIEO കയറ്റുമതിക്കാർക്കായി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്റലിജൻസ് ആണ്. മാർക്കറ്റ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കയറ്റുമതിക്കാർ പലരും നമ്മുടെ ഡാറ്റയിൽ നിന്നുള്ള, നമ്മുടെ പോർട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള മാർക്കറ്റിംഗ് വളരെ അതിനെക്കുറിച്ചൊക്കെ പുച്ഛമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ കിട്ടുമ്പോൾ നമുക്ക് ഫോറിനിൽ ഉള്ള ബയേഴ്സിന്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിനും അത്തരം കാര്യങ്ങളിലെല്ലാം ഇവർ സഹായിക്കുന്നുണ്ട്, FIEO സഹായിക്കുന്നുണ്ട്. ഡാറ്റ അവർ പ്രൊവൈഡ് ചെയ്യും, അവരുടെ അടുത്ത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സഹായം ചെയ്യും. അതുകൂടാതെ പ്രധാനമായിട്ടുള്ള അവരുടെ ജോലി എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. നിരന്തരമായി വെബിനാറുകളും സെമിനാറുകളും മറ്റും നടത്തി എക്സ്പോർട്ടർമാരെ എംപവർ ചെയ്യുന്നതിനും അവരുടെ നൈപുണ്യ വികസനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു ബോഡിയാണ് FIEO. മറ്റു ബോഡികളെല്ലാം പോലെ തന്നെ ട്രേഡ് ഫെലിസിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തിലും FIEO പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. FIEO ട്രേഡ് ഫെലിസിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ള നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബയേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ, അങ്ങനെയുള്ള പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു സഹായം FIEO നിന്ന് കിട്ടുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഫോറിൻ ചേംബർ ഓഫ് കൊമേഴ്സുകൾ, പ്രൈവറ്റ് ബോഡികളുണ്ട്, ബോംബെ ചേംബർ ഓഫ് കൊമേഴ്സ്, ഒരുപാട് പേര്. പക്ഷേ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള FIEO. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ, ICA, ഫിക്കിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ പ്രധാനമായിട്ടുള്ള ഈ ട്രേഡുമായിട്ട്, കയറ്റുമതി വ്യാപാരമായി ബന്ധപ്പെട്ട ഒരു ബോഡിയാണെന്ന് പറയാം. കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാല്, ഈ കയറ്റുമതി തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർബിട്രേഷൻ എന്നുള്ള വാക്ക് നമുക്കെല്ലാം അറിയാമായിരിക്കും, എല്ലാ അഗ്രിമെന്റിലും വരുന്നതാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ആർബിട്രേഷൻ നടത്തുന്നതിന്, മീഡിയേഷൻ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന്, ഇതുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെല്ലാം ഈ ബോഡി വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു. അതിൽ എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള കടമകൾ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആർബിട്രേഷൻ മീഡിയേഷൻ ആക്ടിവിറ്റീസ് ആണ്. അനുരഞ്ജനങ്ങള്, ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം സംസാരിച്ച് ഒരു മീഡിയേറ്ററിനെ പോലെ നിന്നുകൊണ്ട് രണ്ട് സൈഡിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കുന്ന തരത്തിലുള്ള, പ്രശ്നങ്ങൾ ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ ചെയ്യുന്നത്. ഇത് കൂടാതെ അവർ ചെയ്യുന്നത് ലീഗൽ അഡ്വൈസ് ആണ്. ലീഗൽ അഡ്വൈസ്, നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്റർനാഷണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതിനെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ബോഡി കൂടെയാണ്, ലീഗൽ അഡ്വൈസ് തരാൻ സാധ്യതയുള്ള ഒരു ബോഡിയാണ് ICA. അതുകൂടാതെ ഇവരും മറ്റുള്ള എല്ലാ ബോഡികളെ പോലെ തന്നെ അത് ഇന്ത്യ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ ആണ്, RBI അടക്കമുള്ള ആൾക്കാർക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. എല്ലാ ട്രേഡ് ബോഡികളും പരിശീലനങ്ങൾ കൊടുക്കുക. കാരണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തോ വേണം, ട്രെയിനിങ് വേണം. അപ്പോ സംരംഭകർക്ക് പ്രധാനമായിട്ട് കിട്ടാൻ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ് ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നടത്തി കൊടുക്കുക എന്നുള്ളത് ഈ ബോഡിയുടെ ഒരു പ്രത്യേകത കൂടിയാണ്.
അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കയറ്റുമതിക്കാരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു പ്രധാന ബോഡിയാണ് ഈ ICA. ഇവയെ കൂടാതെ നമ്മൾ നേരത്തെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകൾ. മെറൈൻ പ്രോഡക്ട്സ്, അതിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പൊ മെറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, ക്വാളിറ്റി അഷുറൻസ്, അക്വാകൾച്ചർ എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സമുദ്ര ഉൽപ്പന്നം എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സഹായവും രജിസ്ട്രേഷൻസും ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട ട്രേഡ് പ്രൊമോഷൻ ബോഡികളിൽ, എക്സ്പോർട്ട് പ്രൊമോഷൻ ബോഡികളിൽ നമുക്ക് രജിസ്ട്രേഷൻ RCMC എന്ന് പറയും, അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ കിട്ടും. ബയ്യർമാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കും. ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഞാൻ കുറെ എക്സ്പോർട്ട് പ്രൊമോഷൻ ബോഡികളുണ്ട്, പക്ഷെ നമ്മൾ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന രജിസ്ട്രേഷൻസിനെ കുറിച്ചാണ്. ഇത് കൂടാതെ മറ്റൊന്നാണ് അപ്പേഡ. അപ്പേഡ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ അതോറിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രധാനമായിട്ടുമുള്ള പ്രോഡക്റ്റുകളായിട്ടുള്ള അരി അങ്ങനെയുള്ള കാർഷിക പരിപ്പ് പോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും മറ്റുള്ള വെജിറ്റബിൾ പോലെയുള്ള സംഭവങ്ങളായാലും, അതുകൂടാതെ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഈ മീറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പേഡയാണ്. അപ്പേഡ എന്ന് പറയുന്ന ബോഡി ഇവരുടെ ക്വാളിറ്റി അഷുറൻസിനും അവരുടെ രജിസ്ട്രേഷൻസിനും ബാക്കിയുള്ള എല്ലാത്തിനും കൺട്രോൾ ചെയ്തുകൊണ്ട്, ഇപ്പൊ മീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ സ്ലോട്ടർ ഹൗസുകളെ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയാണ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സെക്യൂരിറ്റിയോടുകൂടി എങ്ങനെയാണ് എക്സ്പോർട്ട് പ്രവർത്തനം നടത്താൻ കഴിയുന്നത്, എങ്ങനെയാണ് പ്രോഡക്റ്റിനെ കൺട്രോൾ നിർത്തുന്നത്, ക്വാളിറ്റി അഷ്യൂർ ചെയ്ത് പ്രോഡക്റ്റിന് അഷുറൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്ന ഒരു ബോഡിയാണ് അപ്പേഡ. ഇത് കൂടാതെ നമുക്ക് മറ്റു രജിസ്ട്രേഷൻസിനെ കുറിച്ച് കൂടി പഠിക്കേണ്ടതുണ്ട്. നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻസിനെ കുറിച്ചാണ്. എക്സ്പോർട്ട് രജിസ്ട്രേഷൻസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രജിസ്ട്രേഷൻസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും IE കോഡ്, നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ വേണം, പിന്നെ GST വേണം, പിന്നെ TAN അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഐസ്കേറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറച്ച് അറിവ് കൂടുതൽ ആവശ്യം. എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത് എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് എന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ടുകളെ നിങ്ങളുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ആവശ്യം എന്നതിനെ കുറിച്ചെല്ലാം വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ രജിസ്ട്രേഷൻസ്, എക്സ്പോർട്ടിന് വേണ്ടി ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ നമ്മൾ കസ്റ്റംസിലും എല്ലാം ഓരോ എയർപോർട്ടിലും സീപോർട്ടിലും എല്ലാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ എങ്ങനെയൊക്കെയുള്ള അതോറിറ്റിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഇത് കൂടാതെ ഓരോ ട്രേഡിനും അതിൻ്റെതായിട്ടുള്ള ചില രജിസ്ട്രേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ് പ്രോഡക്ട്സ് അയക്കുമ്പോൾ നമുക്ക് FSSAI അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതൽ പ്രയോജനകരമായ ഒരു മ്യൂച്വൽ ഡിസ്കഷൻ നടത്താവുന്നതാണ്.